നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നമ്മളിന്ന് 2-3 തറി പറിച്ചപ്പോഴേ കിട്ടിയ കിഴങ്ങുകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിഴങ്ങുകളാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ അധ്വാനിച്ചാൽ അതിന് ഫലം ഉണ്ട് എന്നുള്ളതാണ്. ഇത് നല്ല വളക്കൂറുള്ള മണ്ണ്, അതായത് ഇത് രാസവളങ്ങളൊന്നും അല്ല കേട്ടോ. വെറും ചാണകപ്പൊടിയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളങ്ങളായിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് നല്ല സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുള്ളത്. നല്ല വേവണ പൂള ഞാൻ ഒരു തരം മുന്നേ പറിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറിച്ചു നോക്കാം കേട്ടോ. ഈ തറി ഒന്ന് എന്താ നോക്കി നോക്കാം. ഇതൊന്നും സാധനം ഉണ്ടോ? ഇല്ല തറി ഇതാണ്. അത്യാവശ്യം കിഴങ്ങുകളുണ്ട് കേട്ടോ. അത്യാവശ്യം കിഴങ്ങുകളുണ്ട്, വലുപ്പമുണ്ടുള്ള കിഴങ്ങുകൾ. നല്ല വേവണ കിഴങ്ങാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കടയിൽ കൊണ്ട് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇതേമാതിരി, ഇതിപ്പോ വലിയ ചിലവൊന്നുമില്ല, നമ്മൾ തന്നെ കളച്ച് നമ്മൾ തന്നെ നട്ട സാധനമാണ്. വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവരും അവനവന്റെ വീടുകളിൽ ഇതേമാതിരിയൊക്കെ ചെയ്യും. ഇനിയും പറിക്കാൻ കുറെ പൂളത്തറികളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റേതൊക്കെ ആവണുള്ളൂ. ഇതെന്താ വെച്ചാൽ ഓരോ സമയത്ത് നട്ടതാ, അതുകൊണ്ട് ഓരോ സമയത്ത് ആവുള്ളൂ. ഇതൊരു ബിസ്ക്കറ്റ് പൂള പറഞ്ഞ പൂളയാണിത്. ഇത് അത്യാവശ്യം നീളം വരും. ഉണ്ടോ, ഇത് നീളം വരും സാധനം. ഓക്കെ, അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടും ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കിഴങ്ങുകൾ അത്യാവശ്യം വലുപ്പമുള്ള കിഴങ്ങുകളാണ് കേട്ടോ. കണ്ടോ, പിന്നെ നമുക്ക് പറിക്കാനുള്ള തറികളുണ്ട് കുറെ. ഇവിടെയൊക്കെ പറിച്ചാണ്, ഇത് പറിച്ചാ ഉണ്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല കിഴങ്ങുകളുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇവിടുന്ന് ഒന്ന് പറിച്ചു ഞാൻ ഉണ്ടല്ലേ. ഇതൊക്കെ പറിക്കാനുണ്ട്. ഇനി ഇവിടെയൊക്കെ നടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോകൾ ചെയ്യണത് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.